അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ, നമ്മളെ സ്വീകരിക്കട്ടെ. കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെ ത്യാഗവും പരിശ്രമവും വളരെയേറെ വലുതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസിൽ കാണുന്നത്, ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളെ തരണം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയരായിട്ടുള്ളവർ പ്രവാചകന്മാരാണ്. അവരെക്കാൾ ത്യാഗം സഹിച്ചവർ ഇല്ല എന്നുള്ളതാണ്. നമ്മളൊന്നും സഹിച്ച ത്യാഗം ഒന്നുമല്ല. മഹാനായ ഷെയ്ഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം, അദ്ദേഹം 950 വർഷക്കാലം ഈ സത്യസന്ദേശത്തിൻ്റെ പ്രബോധനവുമായി സമൂഹത്തിൽ നിലകൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷേ ഈ 950 വർഷക്കാലം പ്രബോധനം ചെയ്തിട്ടും വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് തൻ്റെ ഈ സന്ദേശം സ്വീകരിച്ചിട്ടുള്ളൂ. അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിനോട് തന്നെ പറഞ്ഞതായിട്ട് കാണാം, അല്ല നൂഹ് നബിയെ, ഇനി ഇപ്പോൾ വിശ്വസിച്ചവരല്ലാത്ത ഒരാളും ഇനി വിശ്വസിക്കാൻ പോണില്ല. ലയുമിൻ, ഇനി വിശ്വസിക്കുകയില്ല. മിൻ ഖൗമി, നിങ്ങളുടെ സമുദായത്തിൽ. ഇല്ല മൻ ഖദ് ആമന, ഇപ്പോൾ വിശ്വസിച്ചവരല്ലാത്ത ആരും ഇനി വിശ്വസിക്കൂല. ഈ ഒരു സന്ദേശം നൂഹ് നബി അലൈഹി സ്വലാം വിചാരിച്ചു, റബ്ബേ, എന്തിനാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു പ്രബോധനവുമായി മുന്നോട്ട് പോകുന്നത്? കാരണം ഇനി ആരും വിശ്വസിക്കുകയില്ല എന്നാണ് അള്ളാഹു തആല തന്നെ പറയുന്നത്. പക്ഷേ അപ്പം നൂഹ് നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഖുർആനിലെ സൂറത്തു നൂഹ് എന്ന് പറയുന്നൊരു സൂറത്ത് തന്നെയുണ്ട്. അള്ളാഹു പറയുന്ന ആ വിഷയം, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറ വഇന്നി കുല്ലമാ ദഅഉതുഹും ലിതഗ്ഫിറ ലഹും ജഅലു അസാബിഅഹും ഫി ആദാനി. ഇങ്ങനെ പറഞ്ഞു, റബ്ബേ, ഞാൻ രാവും പകലൊക്കെ ഞാൻ ക്ഷണിച്ചു, പക്ഷേ അവർ എൻ്റെ ക്ഷണത്തിന് ഉത്തരം ചെയ്തില്ല. പകരം അവർ കൂടുതൽ അകന്നകന്ന് പോവുകയാണ് ചെയ്യുന്നത്. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറ സുമ്മ ഇന്നി അഅ്ലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയംദിദ്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ വഖദ് ഖലഖകും അത്വാറ അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാത്തിൻ തിബാഖ. ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവെ, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളി, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും, നിങ്ങളെ മക്കളെ നിങ്ങൾക്ക് തരും, നിങ്ങൾക്ക് സമ്പത്ത് തരും, നിങ്ങൾക്ക് തോട്ടങ്ങൾ തരും, നിങ്ങൾക്ക് ഒരുപാട് അരുവികൾ തരും, ഒരുപാട് അനുഗ്രഹങ്ങൾ റബ്ബ് നിങ്ങൾക്ക് തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ മതിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു. പക്ഷെ അവരൊന്നും കേട്ടില്ല. അല്ലാഹുവേ,
ഞാൻ അവരോട് പറഞ്ഞു, അലം തറൗ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാത്തിൻ തിബാക, ഈ ആകാശങ്ങളെ 7 അട്ടിയായിട്ട് റബ്ബ് സൃഷ്ടിച്ചത് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വജഅലൽ ഖമറ ഫീഹിന്ന നൂറ വജഅല ശംസ സിറാജ, ചന്ദ്രനെ അതിലൊരു പ്രകാശമായിട്ടും സൂര്യനെ ഒരു വിളക്കായിട്ടും റബ്ബ് ആക്കിയത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു അംബതകും മിനൽ അർളി നബാത സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജ, നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിച്ചു തരുന്നവൻ അവനാണ്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നൂഹ് നബി അലൈഹി സ്വലാം ആ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞു, വഖാലനു റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, റബ്ബേ ഈ നിഷേധികളായ ഈ സത്യ നിഷേധികളായ ആളുകളെ ഈ ഭൂമി ലോകത്ത് നീ ഒഴിവാക്കല്ല റബ്ബേ. ഇന്നക ഇൻ തദർഹും യുളില്ലു ഇബാദക, നീ അവരെ ഒഴിവാക്കിയാൽ അവർ നിൻ്റെ അടിമകളെ പിഴപ്പിക്കും റബ്ബേ എന്ന് നൂഹ് നബി അലൈഹിസ്സലാം ആ അക്രമികളായ ധിക്കാരികളായ സമൂഹത്തിനെതിരെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വലാ യലിദു ഇല്ലാ ഫാജിറൻ ഗഫാറ, അവരിൽ നിന്നുണ്ടാകുന്നതും നിഷേധികളായിരിക്കും. അവസാന നൂഹ് നബി ആ സൂറത്ത് അവസാനിക്കുന്നതിന് ഒരു പ്രാർത്ഥനയോടാണ്, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതി മുഅ്മിന വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വലാ തസിദിൽ ളാലിമീന ഇല്ലാ തബാറാ. ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാം ആ ജനങ്ങളോട് പറഞ്ഞത് എത്ര സുന്ദരമായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ആ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു ഇല്ല. എന്താ നൂഹ് നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞത്? സമൂഹമേ, നിങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. എത്ര തെറ്റ് ചെയ്താലും റബ്ബ് പുറത്തു തരും. അത്രയും ഉന്നതനായ റബ്ബാണ്. ആ റബ്ബിൻ്റെ സൃഷ്ടി അത്ഭുതങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ മഹാ അത്ഭുതങ്ങൾ, പ്രപഞ്ചത്തിലെ വിസ്മയങ്ങൾ, സൂര്യന്, ചന്ദ്രൻ, ആകാശം, ഈ ഭൂമിയിലുള്ള കൃഷിയിടങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രതിപാദിച്ചുകൊണ്ടുള്ള സന്ദേശം നൂഹ് നബി അലൈഹി സ്വലാം അവർക്ക് കൊടുത്തിട്ടും ആ സത്യത്തിലേക്ക്, ആ യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ അവർക്ക് മനസ്സുണ്ടായില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അല്ലാഹു തആല നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു സന്ദേശത്തിൽ അല്ലെങ്കിൽ ഹദീസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്, അന്ത്യനാളിൽ എല്ലാവരും വിചാരണയ്ക്ക് വേണ്ടി പ്രവാചകന്മാരുടെ ഓരോരുത്തരുടെ അടുക്കൽ ഇങ്ങനെ പോകും. ആദം നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കൽ പോകും. ആദം നബി ഒരു ഒഴിവ് കഴിവ് പറയും. ആദം നബി പറയും, ഞാൻ തന്നെ ഇന്ന് പ്രയാസത്തിലാണ്, എൻ്റെ അടുക്കലുണ്ടായ ചില കാര്യങ്ങൾ കൊണ്ട് ഞാൻ തന്നെ അതിൽ ഇന്ന് പ്രയാസപ്പെടുകയാണ്. അങ്ങനെ ഓരോ പ്രവാചകന്മാരും പറയുമ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്, ഞാനങ്ങനെ പ്രാർത്ഥിച്ചത് അതിനെക്കുറിച്ച് തന്നെ ഞാൻ ഇന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു പ്രവാചകന് അങ്ങനെ അങ്ങനെയല്ല അതിൽ പറയേണ്ടത്. അദ്ദേഹത്തെ അള്ളാഹു എന്താണോ ഏൽപ്പിച്ചത് അത് നിർവഹിക്കാനും നടപ്പാക്കാനുമുള്ള ശക്തിയാണ് അദ്ദേഹം കാണിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ലേ പറഞ്ഞത്? ത്വായിഫുകാർക്കെതിരെ പ്രാർത്ഥിക്കാൻ മലക്കുകൾ വന്ന് പറഞ്ഞപ്പോൾ മലക്ക് വന്നപ്പോൾ പറഞ്ഞപ്പോഴും അവർക്കെതിരെ പ്രാർത്ഥിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷമിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ ഒരു രീതിയാണ് പ്രബോധകന്മാരും സ്വീകരിക്കേണ്ടതെന്നാണ്. അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം പ്രവാചകന്മാർക്ക് വരെ ഉണ്ടായിട്ടുണ്ട്, പിന്നീടുണ്ടാകും. അപ്പം അതുകരുതി സത്യം പറയാതിരിക്കാതല്ല, സത്യമായി തന്നെ പറയാന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഒരു പൗരൻ്റെ അല്ലെങ്കിൽ യഥാർത്ഥ ഒരു മനുഷ്യൻ്റെ ബാധ്യത എന്താണ് മറ്റുള്ളവർക്കത് പ്രചോദനമാവുകയും ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ടതില്ല എന്നുള്ളതാണ്.
അല്ലെങ്കിൽ ഈ സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളെ ഭയപ്പെടലല്ല, ഉള്ളതുപോലെ പറയലാണ്. അതിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് എന്ന് പറയലാണ് ഒരു ഉപദേശകൻ്റെ അല്ലെങ്കിൽ ഒരു ഗുണകാംക്ഷിയുടെ, മറ്റുള്ളവരിൽ നന്മ ഉദ്ദേശിക്കുന്ന ആളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.